വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് എന്ന് പറയുന്നത്, എനിക്കുൾപ്പെടെ കേട്ടോ. എന്നുവെച്ചാൽ ഈ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാറാൻ ഇച്ചിരി പാടാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോഴത്തെ ഒരു മൊബൈൽ യൂസിങ്ങും എല്ലാം കൊണ്ട് തന്നെയാണ് ഇത് കൂടിക്കൂടി വരുന്നത്. കറക്റ്റായിട്ട് ഉറക്കമില്ലാത്തത്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഭയങ്കര പാടാണ് മാറാനായിട്ട്. പിന്നെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അത് മാറാൻ പറ്റുന്ന 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു പാക്ക് കൂടെ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അതിന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ അങ്ങാടിക്കടകളിൽ കിട്ടുന്ന സാധനമാണ് കടുക്കയെന്ന് പറയും. അത് മറ്റേ ഈ ജാതിക്കട കൂട്ടിരിക്കുന്ന കേട്ടോ. അത് വലിയ പൈസയൊന്നുമില്ല, 5 രൂപയൊക്കെ ഉള്ളൂ. അപ്പം അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഇടികല്ലുണ്ടല്ലോ, ഇടികല്ലോ എന്തെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ജാതിക്കയുടെ കാര്യം അതുപോലെ ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഉരച്ചെടുക്കുക. ഉരച്ചെടുത്ത് ഈ ചന്ദനം കൂട്ട് അതിൻ്റെ പേസ്റ്റ് വരുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കുക. അത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാട്ടെ ഈ കടുക്കയെന്ന് പറയുന്ന സംഭവം. നല്ലപോലെ എനിക്കിപ്പോൾ ഒരു അത്യാവശ്യം കുറഞ്ഞത് ആ സംഭവവും ഞാൻ ഈ കാണിക്കുന്ന ഈ പാക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് അങ്ങനെ ചെയ്യുക. പിന്നെന്ന് പറയുന്നത് അലോവേര ജെല്ലുണ്ടല്ലോ, അലോവേരയുടെ ജെല്ല് വീട്ടിലത്തെ ഉണ്ടെങ്കിൽ, നാച്ചുറലായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല് എടുക്കുക. 1 സ്പൂൺ അലോവേര ജെല്ല് എടുത്തിട്ട് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കുക. അതുപോലെ നാടൻ വെളിച്ചെണ്ണ 1 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഈ വൈറ്റമിൻ ഇ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കുക. അത് നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുക്കുംബർ അരിഞ്ഞ് കണ്ണി വെക്കാം, പൊട്ടറ്റോ അരിഞ്ഞ് കണ്ണി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, നല്ലപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട്, വെള്ളം ഒന്നും ചേർക്കരുത്, എല്ലാം അരച്ചെടുത്തിട്ട് അത് നമ്മൾ കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാർച്ച് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് കിട്ടും. അപ്പം ആ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് അതിങ്ങനെ ചുരണ്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലൂടെ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു പേസ്റ്റ് പോലെ നല്ലപോലെ മിക്സ് ചെയ്യും. അത് കണ്ണിന് ചുറ്റി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവം ഈ പറഞ്ഞിരുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക. ഈ സ്പൂൺ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഫ്രീസറിനകത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിക്കണം. തണുപ്പിച്ച് കഴിയുമ്പോൾ അത് എടുത്തിട്ട് നമ്മുടെ കണ്ണിലിങ്ങനെ ഇങ്ങനെ നല്ലപോലെ തണുപ്പ് കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 കണ്ണിലും ഇങ്ങനെ മാറിയും തിരിഞ്ഞും തണുപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് തണുപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല എഫക്റ്റീവായിട്ടോ. എത്രത്തോളം നമ്മുടെ കണ്ണിന് ഒരു കൂളിങ് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് കൂളിങ് കൊടുക്കാം. നല്ലപോലെ മാറിക്കിട്ടും. പിന്നെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മുടെ ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് കുറച്ചിടാൻ നോക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ലൈറ്റും കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മെയിൻ കാര്യമാണ് നല്ലപോലെ ഉറങ്ങുക എന്നുള്ളത്. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ നോക്കുക. ഉറക്കം ഒഴിയുന്നതും ഒക്കെ ഈ കണ്ണിനടിയിൽ കറുപ്പ് കൂടാൻ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതൊക്കെയാണ് കൂടുതലും അങ്ങനെ വരുന്നത്, കറുപ്പ് കൂടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ കടുക്കയുടെ അത് ഇട്ടിട്ട് ഒന്നെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെ ഇടുക. നിങ്ങൾ ഇട്ടിട്ട് രാത്രി നിങ്ങൾ കിടക്കാൻ സമയത്ത് ഈ പാക്ക് കൂടെ നിങ്ങളൊന്ന് ഇടുക. അപ്പോൾ ആ പാക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് കുറച്ച് കോഫി പൗഡർ, എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്, ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. Evion 400 അതൊരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഒരു പിന്നി വെച്ച് എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇതിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് അതിനുശേഷം നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല്, ഇതിപ്പം ഏതെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ എടുക്കുക. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്താലും മതി. ഒരു 1/2 സ്പൂണൊക്കെ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മൂന്നൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീം പോലെ ആവും കേട്ടോ. നല്ലൊരു ക്രീമായിട്ട് കിട്ടും. അന്നേരം അതിങ്ങനെ നമ്മൾ രാത്രിയാകുമ്പോൾ ഇതെടുത്തിട്ട് കുറച്ചിങ്ങനെ കണ്ണിൻ്റെ
താഴെയും മീഡിലുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ണിനകത്ത് പോകരുതേ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ട, ഇങ്ങനെ നല്ലപോലെ ഇട്ട് കൊടുത്തേക്കണേ. ഇത് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയൊന്നും വേണ്ട. നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് പതുക്കെ വന്നിരുന്നിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് കളയാം. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഇന്ന് നമുക്കൊന്ന് തുടച്ച് കളയാം. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ തണുപ്പോടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. ചെറിയ തണുത്ത വെള്ളം എടുത്താൽ മതി തുടയ്ക്കാനായിട്ട്. ഒരുപാട് തണുപ്പ് വേണ്ട. എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് കളയാം നമുക്ക്. ഇതിപ്പോൾ ഞാനേ ഫേസിൽ തുടച്ചതാട്ടോ, അതാ മഞ്ഞ കളർ. ഇങ്ങനെ തുടച്ച് മാറ്റാം നമുക്ക്. നല്ല മാറ്റം കേട്ടോ, എനിക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടായി. പക്ഷേ അത്യാവശ്യം നല്ലപോലെ എനിക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നു താഴെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരാഴ്ച നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇങ്ങനെ തുടച്ച് കളയുക. ഇങ്ങനെ നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യണം. എന്ന് രാത്രി നിങ്ങളിങ്ങനെ ചെയ്യുക. നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്താണോ അത് ചെയ്യുക. മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പാക്ക് നിങ്ങൾ എന്ന് രാത്രി ഇടാമെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലപോലെ മാറ്റം വരും. അതുപോലെ ഈ കടുക്ക ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ കറുത്ത കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ സഹായിക്കും കേട്ടോ അത്. അപ്പോൾ അത് വിടുക. ആ പറഞ്ഞ കൊണ്ട് എന്നും രാത്രി ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഈ പാക്ക് നിങ്ങൾ രാത്രി ഇട്ടുകൊണ്ട് കിടക്കുക. ഇട്ടുകൊണ്ട് കിടക്കുക ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കഴുകി കളയുക. ഡെയിലി നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ ഉറങ്ങാൻ നോക്കുക. ഈ ഫോണിൻ്റെ ഒരു യൂസിങ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ആ ലൈറ്റൊക്കെ ഒന്ന് കുറച്ചിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.